ഹലോ എവരി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. കേടെക് പരീക്ഷയുടെ ചൂടിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേടെക് 1 ആൻഡ് 2 സിലബസ് പ്രകാരം ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഇംഗ്ലീഷ് ഗ്രാമറും ഇംഗ്ലീഷ് പെഡഗോജിയും നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് പ്രകാരം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആൻസർ അറിയുന്നവ നിങ്ങൾ കമന്റ് ചെയ്യണം, ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഗ്രാമറിലുള്ള ചോദ്യമാണ്. ഡു യു അഗ്രി ഡാഷ് വാട്ട് ഐ സേ? അപ്പൊ നമുക്ക് കൂടുതലും ഗ്രാമർ ഭാഗത്ത് നിന്ന് പ്രിപ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പൊ സ്ഥിരം ചോദിക്കുന്ന ഒരു സംഗതിയാണ് എഗ്രി. എഗ്രി പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ചില വേർബിനോട് എപ്പോഴും ചേർന്ന് വരുന്ന ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കണം. എഗ്രി എന്ന വേർബിന്റെ പ്രത്യേകത, എഗ്രിക്ക് ശേഷം രണ്ട് പ്രിപ്പോസിഷൻസ് വരാം അല്ലെ? വിത്തും വരാം, ടൂവും വരാം. വിത്ത് വരുന്നത് എപ്പോഴാണ്? നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു കാര്യം സമ്മതിച്ചു എന്ന് പറയുമ്പോഴാണ് അല്ലെ? വിത്ത് സംവൺ എന്ന് പറയുമ്പോഴാണ് വിത്ത് വരുന്നത്. ടു വരുന്നത് പേഴ്സൺ അല്ല, ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തോട് ഞാൻ എന്ത് ചെയ്യുന്നു, യോജിക്കുന്നു അല്ലെ? സംതിങ്ങിനോടൊപ്പമാണ് എന്ത് വരുന്നത്, ടു വരുന്നത്. സോ നമ്മുടെ ചോദ്യത്തിൽ എന്തായിരുന്നു? ഡു യു അഗ്രി ഡാഷ് വാട്ട് ഐ സേ? ഞാൻ പറഞ്ഞ കാര്യത്തോട് അല്ലെ? ഡു യു അഗ്രി ഡാഷ് വാട്ട് ഐ സേ? ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വിത്ത് കൊടുക്കണോ, ടു കൊടുക്കണോ? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എഗ്രി വാട്ട് ഐ സേ എന്ന് പറയുമ്പോൾ സംവൺ അല്ലല്ലോ, സംതിങ് അല്ലേ? അപ്പൊ നമുക്ക് ഏത് കൊടുക്കാം? ടു കൊടുക്കാം. സോ അവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഹാർഡ്ലി ഡിഡ് ദ ട്രെയിൻ അറൈവ് ഡാഷ് ദ പാസഞ്ചേഴ്സ് റഷ്ഡ് ടു ഇറ്റ്? ഇതും ഒരു പ്രയോഗമാണ്. ഹാർഡ്ലി വെച്ചുള്ള പ്രയോഗമുണ്ട്, ഹാർഡ്ലി വെച്ചുള്ള പ്രയോഗമുണ്ട്, നോ സൂണർ വെച്ചുള്ള പ്രയോഗമുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. ഹാർഡ്ലി കൊണ്ടൊരു സെന്റൻസ് തുടങ്ങുന്നു, അവസാനമല്ല, സെന്റൻസിന്റെ മധ്യത്തില് ഒരു ഡാഷ് തരികയും ചെയ്യുന്നു എങ്കിൽ അവിടെ ഫില്ല് ചെയ്യേണ്ടത് വെൻ ആണ്. റൂൾസ് ഞാൻ പറയാം. അതേപോലെ തുടക്കത്തിൽ നോ സൂണർ ആണ്. ദെൻ സെന്റൻസിന്റെ നടുക്കാണ് ഒരു ഡാഷ് ഉള്ളതെങ്കിൽ അവിടെ ഫില്ല് ചെയ്യേണ്ടത് ദാൻ ആണ്. അപ്പൊ ഹാർഡ്ലി, വെൻ, നോ സൂണർ, ദാൻ, അത് രണ്ടും രണ്ട് യൂസേജസ് ആണ്. അപ്പൊ ട്രെയിൻ അവിടെ എത്തേണ്ട താമസം, പാസഞ്ചേഴ്സ് എല്ലാം അതിലേക്ക് തിരക്കിട്ട് ഇടിച്ചു കയറി എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് രണ്ട് ക്ലോസുകൾ കാണാം. ഡിഡ് ദ ട്രെയിൻ അറൈവ് എന്ന് പറയുന്ന ഒന്നാമത്തെ ക്ലോസും ദ പാസഞ്ചേഴ്സ് റഷ്ഡ് ടു ഇറ്റ് എന്ന രണ്ടാമത്തെ ക്ലോസും കാണാം. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഹാർഡ്ലിക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ക്ലോസും വെന്നിന് ശേഷം വരുന്ന രണ്ടാമത്തെ ക്ലോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രണ്ടാമത്തെ ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും, അഥവാ ഇവിടുത്തെ വേർബ് V2 ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ വേർബ് V2 ആയിരിക്കും. എന്നാൽ ഒന്നാമത്തെ ക്ലോസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓക്സിലറി വെർബ് തുടക്കത്തിൽ വരുന്നതായിട്ട് കാണാം. അതുപോലെ മെയിൻ വേർബ് സബ്ജക്റ്റിന് ശേഷം തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് ട്രെയിൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഹാർഡ്ലി ആയാലും നോ സൂണർ ആയാലും ഈ ക്ലോസിന്റെ സ്ട്രക്ചറിന്റെ കാര്യത്തിൽ വ്യത്യാസമില്ല. അപ്പൊ രണ്ടാമത്തെ ക്ലോസിൽ അഥവാ വെൻ അല്ലെങ്കിൽ ദാനിന് ശേഷമുള്ള ക്ലോസിൽ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് അഥവാ വെർബ് ടു നമ്മൾ യൂസ് ചെയ്യും. എന്നാൽ ആദ്യത്തെ ഭാഗത്ത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഇവിടെ യൂസ് ചെയ്തതുപോലെ സബ്ജക്റ്റിന് മുന്നിൽ ഒരു ഡിഡ് ചേർക്കാം. ദെൻ അവിടുത്തെ വെർബ് എന്തായിരിക്കും? V1 ആയിരിക്കും. ഈ സത്യത്തിൽ ആ സെന്റൻസ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? പാസ്റ്റ് ടെൻസ് ആണ്. അറൈവ്ഡ് എന്ന് പറയുന്ന V2ന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള ഡിഡ് ആണ് തുടക്കത്തിൽ കിടക്കുന്നത്. അത് നമുക്കറിയുമല്ലോ. ഒരു വെർബ് V2 ആകുന്നത് ആ ഒരു വെർബിനോടൊപ്പം അഥവാ V1നോടൊപ്പം ഡിഡ് പ്രവേശിക്കുമ്പോഴാണ്. ഒരു വെർബ് V2 ആകുന്നത് അതിനുള്ളിൽ ഡിഡ് പ്രവേശിക്കുമ്പോഴാണ്. ആ ഡിഡിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ V2 V1 ആയി മാറും. അതാണ് ഇവിടെ കണ്ടത്. ഈ സെന്റൻസിൽ സത്യത്തിൽ അറൈവ്ഡ് എന്നായിരുന്നു, പക്ഷെ ആ ഒരു വെർബിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത സമയത്ത് അതെന്തായി മാറി? അറൈവ് ആയി മാറി. ഓക്കെ അല്ലേ?
അപ്പോൾ ഒന്നാമത്തെ സ്ട്രക്ചർ ഇതാണ്. ആദ്യത്തെ ക്ലോസിൽ നമുക്ക് സബ്ജക്റ്റിന് മുന്നേ ഡിഡ് കൊടുക്കാം, ശേഷം സബ്ജക്റ്റിന് ശേഷം V1 കൊടുക്കാം. ഇനി രണ്ടാമതൊരു സ്ട്രക്ചർ കൂടിയുണ്ട്. നമുക്ക് സബ്ജക്റ്റിന് മുന്നേ ഹാഡ് കൊടുക്കാം, ഹാഡ്. അതേപോലെ നമ്മുടെ സബ്ജക്റ്റിന് ശേഷം V3, ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. അപ്പൊ അറൈവ്ഡ് ഈ രണ്ട് രീതിയും ശരിയാണ്, രീതിയും ശരിയാണ്. ഒരു പക്ഷേ ഇവിടെയാണ് ഡാഷ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഹാർഡ്ലിക്ക് ശേഷം ഇവിടെ ഒരു ഡാഷ് വരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം? ഇവിടെ ഏത് വെർബാന്ന് നോക്കുക. ഇവിടെ V1 ആണെങ്കിൽ ഇവിടെ ഡിഡ് ആയിരിക്കും, ഇവിടെ V3 ആണെങ്കിൽ ഇവിടെ ഹാഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഹാഡ് പ്ലസ് V3, ഡിഡ് പ്ലസ് V1 എന്ന് മനസ്സിലാക്കുക. ഹാർഡ്ലിക്ക് ശേഷം ഡിഡ് ആണ് കാണുന്നതെങ്കിൽ സബ്ജക്റ്റിന് ശേഷം V1 കൊടുക്കണം. ഹാർഡ്ലിക്ക് ശേഷം ഹാഡ് ആണ് കാണുന്നതെങ്കിൽ സബ്ജക്റ്റിന് ശേഷം V3 കൊടുക്കണം. ഇതേ റൂൾ തന്നെയാണ് നോ സൂണറിലും വരുന്നത്. ക്ലിയർ ആയല്ലോ? എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് സ്ഥിരം ചോദിക്കുന്ന ഒരു യൂസേജ് ആണ്. യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഇതൊരു അഡ്വൈസ് ആണ് കേട്ടോ, ഇതൊരു ഉപദേശമാണ്, അഡ്വൈസ് ആണ്. അഡ്വൈസിന്റെ സ്പെല്ലിംഗ് അറിയാമല്ലോ, CE ആണല്ലേ, CE ആണ് നൗൺ ആയിട്ട് വരുമ്പോൾ. സോ യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ യു ഹാഡ് ബെറ്റർ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഹാഡ് ബെറ്റർ വന്നിട്ടുണ്ട് അല്ലെ. ഈ ഹാഡ് ബെറ്റർ ഒരു സെമി മോഡൽ ഓക്സിലറി ആണ് എന്ന് മനസ്സിലാക്കുക. ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത് ഒരു സെമി മോഡൽ ഓക്സിലറിയുടെ സ്ഥാനത്താണ്, അഥവാ ഒരു മോഡൽ ഓക്സിലറിയുടെ സ്ഥാനത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു മോഡൽ ഓക്സിലറി വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വില്ല് അല്ലെങ്കിൽ ഒരു വുഡ് വന്നു കഴിഞ്ഞാൽ ശേഷം എന്തായിരിക്കും വരുന്നത്? V1 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ഹാഡ് ബെറ്റർ കണ്ടു കഴിഞ്ഞാൽ ശേഷം എന്തേ വരുള്ളൂ? ഒരു V1. ഓപ്ഷൻ സിയിലാണ് V1 കിടക്കുന്നത്. അപ്പൊ കൺസൾട്ട് V1 എന്നേ വരുള്ളൂ, ടു കൺസൾട്ട് വരില്ല. ഇതൊക്കെ SCRT ഫാക്ട് ആണല്ലേ, ഒരിക്കലും ടു കൺസൾട്ട് കൊടുക്കരുത്. അപ്പൊ യു ഹാഡ് ബെറ്റർ കണ്ടാൽ അത് സെമി മോഡൽ ഓക്സിലറിയുടെ അല്ലെങ്കിൽ മോഡൽ ഓക്സിലറിയുടെ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുക. സോ അതിനുശേഷം വരുന്നത് V1 ആയിരിക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹി ഓർഡേർഡ് ഡാഷ്. അപ്പൊ ഹി ഓർഡേർഡ് എന്ന് പറയുന്ന വേർബിന് ശേഷം എന്താണ്, ഏത് പ്രിപ്പോസിഷൻ ആണ് വരുന്നത്, അല്ലാതെ പ്രപ്പോസിഷൻ വരില്ലേ എന്നൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഹി ഓർഡേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് പറയാം. ചില വെർബ് വരുന്ന സമയത്ത് നേരിട്ട് ഒബ്ജക്റ്റ് സ്വീകരിക്കില്ല, പ്രിപ്പോസിഷൻ വന്നതിന് ശേഷമേ ഒബ്ജക്റ്റ് വരികയുള്ളൂ. പക്ഷെ ഓർഡേർഡ് അങ്ങനെയല്ല. ഓർഡേർഡ് പറഞ്ഞതിന് ശേഷം നമുക്ക് നേരിട്ട് തന്നെ ആരിലേക്ക് പോകാം? നമ്മുടെ സ്വന്തം ഒബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ എല്ലാം പ്രിപ്പോസിഷൻ കിടപ്പുണ്ട്, ഇതൊന്നും നമുക്ക് വേണ്ട, ഇത് മൂന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നിങ്ങൾ കോമൺ സെൻസോട് കൂടി ചിന്തിച്ചാലും നിങ്ങൾക്ക് കിട്ടും അല്ലെ. ഇവിടെ ഫോർ ദ ന്യൂ വരികയാണെങ്കിൽ അവിടെ ഫോർ ടൂവും വന്നൂടെ? വരാം. ദെൻ വിത്ത് അതൊരിക്കലും വരില്ല അല്ലെ. വിത്തൊക്കെ മിക്കവാറും നമ്മൾ ഒരു കാര്യത്തോടൊപ്പം എന്ന് പറയാൻ വേണ്ടിയാണ്. അവിടെ ഒപ്പം എന്ന് പറയാൻ പറ്റിയ ഒരു ഒബ്ജക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ അത്രയും ചിന്തിച്ചൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓർഡേർഡ് എന്ന് വരുമ്പോൾ എന്താണ് ഓർഡർ ചെയ്തത്? നിങ്ങൾ ഓർഡർ ദ ഫുഡ്, നമുക്ക് പരിചയമുള്ള വെർബാണെങ്കിൽ അങ്ങനെ ഓർത്തിരുന്നാൽ മതി അല്ലെ. ഭക്ഷണം ഓർഡർ ചെയ്തു എന്നാ നമ്മൾ പറയാ. നമ്മൾ ഓർഡർ ഫോർ ദ ഫുഡ് എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഓർഡർ വിത്ത് ദ ഫുഡ് എന്ന് പറയാറുണ്ടോ? അങ്ങനെ നമ്മൾ കോമൺലി അങ്ങനെ പറയാറില്ല. അപ്പൊ അതിനൊക്കെ പ്രത്യേക കോണ്ടെക്സ്റ്റ് വേണം. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ആകെ ഹി ഓർഡേർഡ് എന്ന് മാത്രമേ ഉള്ളൂ. സോ അപ്പൊ നമുക്ക് കൊടുക്കാം ഹി ഓർഡേർഡ് 2 കോപ്പീസ് ഓഫ് ദ നോവൽ. നോവലിന്റെ 2 കോപ്പീസ് അവൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് വൊക്കാബുലറി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. വൊക്കാബുലറി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. ചോദ്യം ഇതാണ്: വൺ ഹു ഡിസ്ഹോണസ്റ്റ്ലി ക്ലെയിംസ് ടു ഹാവ് മെഡിക്കൽ നോളജ് ആൻഡ് സ്കിൽ. തനിക്ക് വൈദ്യശാസ്ത്രപരമായ അറിവ്, കഴിവ് ഒക്കെ ഉണ്ട് എന്ന കള്ളവാദം വാദിക്കുന്ന ആൾ, അഥവാ കള്ളവൈദ്യൻ എന്നൊക്കെ നമുക്ക്, വ്യാജ വൈദ്യൻ എന്നൊക്കെ നമുക്ക് പറയാം. വ്യാജ വൈദ്യൻ എന്നതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാക്ക് ആണ് കേട്ടോ. ക്വാക്ക്. ഓക്കെ അല്ലേ? ഇനി മൗണ്ട് എ ബാങ്ക് ഉണ്ട്. മൗണ്ട് എ ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് വ്യാജമായ മരുന്നുകൾ വിൽക്കുന്ന ആൾ എന്ന അർത്ഥത്തിനാണ് കേട്ടോ. വ്യാജമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ വ്യാജ മരുന്നുകൾ വിൽക്കുന്ന ആളെയാണ് മൗണ്ട് എ ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വ്യത്യാസം മനസ്സിലാക്കുക. ഇയാൾ എന്ത് ചെയ്യാണ്? ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിൽക്കുകയാണ് കേട്ടോ. ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിൽക്കുമ്പോൾ മൗണ്ട് എ ബാങ്ക്. ഇനി ഒരാള്
കള്ള വൈദ്യനായിട്ട് വ്യാജ വൈദ്യനായിട്ട് വാദിക്കുന്ന സമയത്ത് അയാളെ നമ്മൾ ക്യാപ്പ് എന്ന് പറയും. ഓക്കെ അല്ലേ? സർജറി അറിയാമല്ലോ, സർജറി അറിയാം, നമ്മൾ ഓപ്പറേഷനെയാണ് സർജറി എന്ന് പറയുന്നത്. ദെൻ അപ്പോത്തിക്കഴി അറിയില്ലേ, എന്താണ് അപ്പോത്തിക്കഴി എന്ന് പറയുന്നത്? മരുന്നുകൾ വിൽക്കുന്ന ആള് കേട്ടോ, മരുന്ന് വിൽക്കുന്ന ആളെയാണ് അല്ലെ, മെഡിസിൻ സെല്ലറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോത്തിക്കഴി എന്ന് പറയുന്നത്. അഥവാ സാധാരണ മെഡിസിൻ, ജെന്യൂൻ ആയിട്ടുള്ള മെഡിസിൻ വിൽക്കുന്ന ആളെയാണ് നമ്മൾ അപ്പോത്തിക്കഴി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതും ഒരു വെക്കാബുലറി ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. The angry students took stones and threw violently at the police. രോഷാകുലരായിട്ടുള്ള വിദ്യാർത്ഥികൾ കല്ലെടുക്കുകയും വളരെ വയലന്റ് ആയിട്ട് എറിയുകയും ചെയ്തു അല്ലെ, വളരെ വയലന്റ് ആയിട്ട് എറിയുകയും ചെയ്തു പോലീസിന് നേരെ. അപ്പൊ ഇവിടെ മറ്റൊരു പ്രിപ്പോസിഷൻ കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ത്രൂ, ഒരാൾക്ക് നേരെ കല്ലെറിഞ്ഞു എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ് കേട്ടോ, അറ്റ് ആണ്, ടു അല്ല, അറ്റ് ആണ്. Then ഇവിടെ through violently, choose the apt word showing the meaning of the italicized word in the sentence. Italicized ആണ്, നമ്മൾ അത് അണ്ടർലൈൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ through violently എന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു വേർഡിന് പകരമായി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ താഴത്തെ ഓപ്ഷനിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഹേൾഡ് ആണ് കേട്ടോ, ഹർൾഡ് ആണ് ത്രൂ വയലന്റ്ലി. ഓക്കെ അല്ലേ? ദെൻ കാസ്റ്റ് എന്താ? കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതലത്തിൽ ഒരു കാര്യം പ്രൊജക്ട് ചെയ്യുന്നതിനാണ് അല്ലെ, സംതിങ് പ്രൊജക്ട് ഇൻ എ സർഫസ്, ഒരു പ്രതലത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രൊജക്ട് ചെയ്യുന്നതിനാണ് കാസ്റ്റ്. നമ്മളിപ്പോൾ ഫോണിൽ നിന്നും സ്ക്രീനിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടി വിയിലേക്ക് കാര്യങ്ങൾ കാസ്റ്റ് ചെയ്യാറുണ്ട്, സ്ക്രീൻ കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പൊ ഒരു സ്ഥലത്തുള്ള കാര്യം മറ്റൊരു സ്ഥലത്ത് പ്രൊജക്ട്, ഒരു സർഫസിൽ പ്രൊജക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡാർട്ടഡ് ഉണ്ട്, ഡാർട്ടഡ്, വേഗത്തിൽ ഓടുന്നതിന് അല്ലെങ്കിൽ വേഗത്തിൽ ചലിക്കുന്നതിനാണ് നമ്മൾ ഡാർട്ടഡ് എന്ന് പറയുന്നത് കേട്ടോ. മൂവ് അല്ലെങ്കിൽ റൺ ഫാസ്റ്റ്ലി, എവിടെയെങ്കിലും വേഗത്തിൽ ഓടുന്നതിനാണ് നമ്മൾ ഡാർട്ടഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വൊക്കാബുലറി നമുക്ക് ചോദിക്കും. കാരണം SCRT-യിൽ ഇത്തരം വൊക്കാബുലറീസ് നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും പോയംസ് പഠിക്കുമ്പോഴെല്ലാം വരാറുണ്ട്. അപ്പൊ ഇത്തരം വൊക്കാബുലറീസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. ഇനി അടുത്ത ചോദ്യം, ലിങ്കൺ പുട്ട് ആൻ എൻഡ്, നമ്മുടെ ഫ്രേസൽ വെർബാണ്, പുട്ട് ആൻ എൻഡ് ടു സ്ലേവറി ഇൻ അമേരിക്ക. അമേരിക്കയിലെ അടിമത്തം ലിങ്കൺ പുട്ട് ആൻ എൻഡ്. പുട്ട് ആൻ എൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ വാക്കർത്ഥം, ലിറ്ററൽ മീനിങ് നോക്കിയിട്ട് അവസാനം കുറിച്ചു എന്നൊക്കെ പറയും. സത്യത്തിൽ പുട്ട് ആൻ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിരോധിച്ചു അല്ലെ. നമ്മൾ സ്ലേവറി അബോളിഷ് ചെയ്തു എന്നാ പറയുന്നത്, അബോളിഷ് ചെയ്തു എന്നുള്ളതാണ് കറക്റ്റ് പ്രയോഗം. അടിമത്ത നിരോധനം, ബാൻ അല്ല കേട്ടോ, ബാൻ അല്ല. സ്ലേവറി നിരോധിച്ചു എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പദം അബോളിഷ്ഡ് ആണ്, അബോളിഷ്ഡ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ അടുത്ത ടോപ്പിക്, അടുത്തൊരു വൊക്കാബുലറി ചോദ്യത്തിലേക്ക് വരാം. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് സെനലിറ്റി. അപ്പൊ ഇവിടെ സെനലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. നമ്മൾ വാർദ്ധക്യത്തിലേക്കൊക്കെ പോകുന്നതിനെ കുറിച്ച് സെനലിറ്റി എന്ന് പറയാറുണ്ട് കേട്ടോ. ഒരാളുടെ സ്ട്രെങ്ത്, അയാളുടെ ശക്തിയും മറ്റു കാര്യങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ സെനലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സെനലിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് വിറലിറ്റി, അഥവാ ഒരാള് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്തും മറ്റു കാര്യങ്ങളും ഉള്ള അവസ്ഥയാണ് നമ്മൾ വിറലിറ്റി. അപ്പൊ സെനലിറ്റിയുടെ ഓപ്പോസിറ്റ് വിറലിറ്റി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ദെൻ വീണ്ടും ഒരു ഓപ്പോസിറ്റ് ആണ്, ഒരു ആന്റോണിം. ഓപ്പോസിറ്റിന് നമ്മൾ പറയുന്നത് ആന്റോണിംസ് എന്നാണ് അല്ലെ. അടുത്തൊരു ആന്റോണിമിലേക്ക് വരാം. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് വെറ്റേറൻ. വെറ്റേറൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് നമ്മൾ വെറ്റേറൻ എന്ന് പറയുന്നത്. ഇപ്പൊ വളരെ പ്രമുഖരായിട്ടുള്ള സിനിമാ നടന്മാരുമായി മരണപ്പെടുന്ന സമയത്ത് വെറ്റേറൻ ആക്ടർ എന്ന് കാണും. വെറ്റേറൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് അറിവുള്ള, ആ ഒരു മേഖലയിൽ ഒരുപാട് അറിവുള്ള ആള് എന്ന അർത്ഥമാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏത് വരുമെന്ന് ചോദിച്ചാൽ എക്സൈൽ ആണോ? എക്സൈൽ എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നുള്ളതാണ് അല്ലെ, പുറത്താക്കുക എന്നുള്ളതാണ്. നോവിസ്, അത് പുതുമ ഉള്ളത്, ഒരു മേഖലയിൽ പുത്തനായിട്ട് വരുന്ന ആളെയാണ് നമ്മൾ നോവിസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറയാറുണ്ട് അയാൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പുതുമുഖമാണ് അല്ലെ, പുതുമുഖം. അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മലയാളത്തിൽ പറഞ്ഞത്, നോവിസ് പുതുമുഖൻ. വെറ്റേറൻ എന്ന് പറഞ്ഞാൽ അഭിനയമല്ല,
അനുഭവ സമ്പത്തുള്ള ആള്. വെറ്റേറൻ അനുഭവ സമ്പത്തുള്ള ആള്. നോവിസ് പുതുമുഖം. ഓക്കെ അല്ലേ? ഓപ്പോസിറ്റ് ആണ്, പഠിച്ചു വെക്കുക. ദെൻ വീണ്ടും ഗ്രാമറിലേക്ക് പോകാം. നീലിമ ഡാഷ് ഹാഡ് ബീൻ മിസ്സിംഗ് സിൻസ് ട്യൂസ്ഡേ ഹാസ് ബീൻ ഫൗണ്ട് സേഫ് ആൻഡ് വെൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നീലിമ, എന്നിട്ട് ഇവിടെ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓക്സിലറിയും വന്നിട്ടുണ്ട് ശേഷം. സാധാരണ ഒരു സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വരാറുണ്ട്, പക്ഷെ ഇവിടെ ഓക്സിലറിക്ക് മുന്നേ ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആവും. കാരണം ഓപ്ഷൻസിൽ വിച്ച്, ദാറ്റ്, ഹൂം, ഹൂ ഒക്കെയാണ്. അഥവാ റിലേറ്റീവ്, ഇതിനെ നമ്മൾ പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ എന്നാണ് അല്ലെ. റിലേറ്റീവ് പ്രൊനൗൺ ഒരു നൗണ് ശേഷം വരുന്ന ക്ലോസുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് റിലേറ്റീവ് പ്രൊനൗൺ. ഇപ്പോൾ നീലിമ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ് അല്ലെ, ഒരു മനുഷ്യനാണ്. മനുഷ്യനായതുകൊണ്ട് തന്നെ അവിടെ ഒന്നെങ്കിൽ ഹൂം വരാം അല്ലെങ്കിൽ ഹൂ വരാം അല്ലെ. ഒന്നെങ്കിൽ ഹൂം വരാം അല്ലെങ്കിൽ ഹൂ വരാം. ഹൂം ആണെങ്കിൽ ശേഷം വരുന്ന സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നീലിമ വരേണ്ടത്. ഹൂ ആണെങ്കിൽ ശേഷം വരുന്ന ആ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് നീലിമ വരേണ്ടത്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. നീലിമ ഡാഷ് ഹാഡ് ബീൻ മിസ്സിംഗ്. നീലിമ എന്ന് പറയുന്നത് ഹാഡ് ബീൻ മിസ്സിംഗ്, എന്ത് ചെയ്തിട്ടുണ്ട്? കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ കാണാതെ പോവുക എന്നതിന്റെ സബ്ജക്റ്റ് അല്ലേ നീലിമ അല്ലെ? സബ്ജക്റ്റ് അല്ലേ? കാണാതെ പോയത് ആരെയാ? നീലിമയാണ്. സോ നമുക്ക് ഹൂ തന്നെ കൊടുക്കാം. നീലിമ ഹു ഹാഡ് ബീൻ മിസ്സിംഗ് സിൻസ് ട്യൂസ്ഡേ ഹാസ് ബീൻ ഫൗണ്ട് സേഫ് ആൻഡ് വെൽ. ചൊവ്വാഴ്ച മുതൽ കാണാതായ നീലിമയെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. കണ്ടെത്തിയിട്ടുണ്ട്, സേഫ് ആയിട്ടും വെൽ ആയിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്തരം സെന്റൻസുകൾ വന്നാലോ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇനി ഈ നീലിമയുടെ ഓക്സിലറി അല്ലെങ്കിൽ ഈ നീലിമയുടെ വെർബ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നീലിമ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലെ. ഈ സബ്ജക്റ്റിന്റെ ഓക്സിലറി വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് ഈ കിടക്കുന്ന ഹാസ് ബീൻ ആണ് അല്ലെ. നീലിമ ഹാസ് ബീൻ ഫൗണ്ട് സേഫ് ആൻഡ് വെൽ. നീലിമയെ വളരെ സുരക്ഷിതയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഈ ഇതിനിടയിൽ വന്ന ഈ ഒരു ക്ലോസ് നീലിമയെ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ക്ലോസ് ആണ്. ഈ പറയപ്പെട്ട ക്ലോസിനെയും നീലിമയും തമ്മിൽ ബന്ധിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ് ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺ. നീലിമ ഒരു മനുഷ്യനായതുകൊണ്ട് നമ്മൾ ഹൂ ചേർത്തു. മാത്രമല്ല ഈ സെന്റൻസിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് നീലിമ വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഹൂ ചേർത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് കൂടുതൽ പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കുറച്ചധികം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സം ഡൈസ് ആർ മെയ്ഡ് ഡാഷ് ദ ലീവ്സ് ഓഫ് ട്രീസ്. ചില ഡൈസ് അല്ലെ, നമ്മൾ ചായം പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡൈസ് തന്നെയാണ്. രോമങ്ങൾക്ക് ചായം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡൈസ്. ചില ഡൈസ് എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്? മരത്തിന്റെ ഇലകളിൽ നിന്നാണ്. സോ മരത്തിന്റെ ഇലകളിൽ നിന്നും നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയാൻ മെയ്ഡിന് ശേഷം ഏത് ഓക്സിലറി യൂസ് ചെയ്യും? മെയ്ഡ് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞു ശീലിച്ചിട്ടുള്ളതാണ്. മെയ്ഡ് ഫ്രം. മെയ്ഡ് ഫ്രം ദ ലീവ്സ് ഓഫ് ട്രീസ്. ശരിയാക്കിയില്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, നോ സൂണർ ഡിഡ് ഹി ടച്ച് ദ സ്വിച്ച് ഡാഷ് ദ മോട്ടോർ ബിഗാൻ ടു ഹിം. ആദ്യത്തെ ചോദ്യം മനസ്സിലുള്ളവർ ഉറപ്പായിട്ടും ശരിയാക്കും. നോ സൂണർ കാണുമ്പോൾ തന്നെ അടുത്ത ഒരു ക്ലോസിന് മുന്നേ ദാൻ വരണം, ദാൻ വരണം. ദെന്നൊക്കെ ഓപ്ഷനിൽ കിടക്കൊണ്ട് തെറ്റിക്കരുത്. വെന്ന് വരുന്നത് ഹാർട്ട്ലി, സ്കെയർസ്ലി പോലുള്ള വേർഡ് തുടക്കത്തിൽ വരുമ്പോൾ ആണ്. ഓക്കെ അല്ലേ? സോ നോ സൂണർ ഡിഡ് ഹി ടച്ച് ദ സ്വിച്ച്. അയാൾ സ്വിച്ചിൽ തൊടേണ്ട താമസം മോട്ടർ എന്ത് ചെയ്തു? മോട്ടർ വർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? സോ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ എല്ലാം കറക്റ്റ് വരുന്നില്ലേ? ഇവിടെ ഒരു നോ സൂണർ ഉണ്ട്, ഇവിടെ ഒരു ദാൻ ഉണ്ട്. സോ നോ സൂണറിന് ശേഷം വരുന്നത് ഒന്നെങ്കിൽ ഡിഡ് പ്ലസ് V1 ആയിരിക്കും അല്ലെ. ഡിഡ് പിന്നെ ഒരു സബ്ജക്ട്, സബ്ജക്റ്റിന് മുന്നിൽ ഡിഡ് വരും, പിന്നെ ടച്ച് ആണ് അല്ലെ, ടച്ച് V1 വരും. ഇനി ഇവിടെ നമ്മൾ ഹാഡ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഒന്ന് പറയാമോ? ഹാഡ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? അതെ, ഹാഡ് കൊടുക്കുകയാണെങ്കിൽ V3 വരും, അഥവാ ടച്ച്ഡ് എന്ന് വരും. ഇനി രണ്ടാമത്തെ ഭാഗത്ത് നോക്കുമ്പോൾ ഏത് ടെൻസ് ആ കാണുന്നത്? യെസ്, സിമ്പിൾ പാസ്റ്റ് ആണ് കാണുന്നത് അല്ലെ. സിമ്പിൾ പാസ്റ്റ് ആണ് കാണുന്നത്, അഥവാ ബിഗാൻ എന്ന് പറയുന്ന V2 നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ?
ദെൻ വീണ്ടും പ്രിപ്പോസിഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. ദിസ് പേജ് കൺസിസ്റ്റ് ഡാഷ് 5 പാരഗ്രാഫ്സ്. ഈ പേജിൽ 5 പാരഗ്രാഫ് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ കൺസിസ്റ്റ് ഓഫ് ആ പറയുന്നത് കേട്ടോ. കൺസിസ്റ്റ് ഓഫ് എന്നാ പറയുന്നത്. നമ്മൾ ഇവിടെ കൺസിസ്റ്റ് എന്നതിന് പകരം കണ്ടെയ്ൻ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും? ഇവിടെ കണ്ടെയ്ൻ എന്ന് പറഞ്ഞാലും ഉൾക്കൊള്ളുന്നു എന്ന മീനിങ് ആണ് വരുന്നത് അല്ലെ. അപ്പോൾ കൺസിസ്റ്റ് എന്നതിന് പകരം കണ്ടെയ്ൻ യൂസ് ചെയ്താൽ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും? ഒന്ന് പറഞ്ഞേ. യെസ്, ഏത് പ്രിപ്പോസിഷൻ ആണ്? പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുകയില്ല കേട്ടോ. പ്രിപ്പോസിഷൻ യൂസ് ചെയ്യില്ല. നോ പ്രിപ്പോസിഷൻ എന്ന ഓപ്ഷൻസും ഉണ്ടാകും കേട്ടോ. സോ ദിസ് പേജ് കണ്ടെയ്ൻസ് 5 പാരഗ്രാഫ്സ് എന്നേ പറയൂ. അവിടെ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യില്ല. അപ്പൊ കൺസിസ്റ്റ് കണ്ടെയ്ൻ രണ്ടും ഒരേ മീനിങ് ആണ് എങ്കിലും കൺസിസ്റ്റിന് ഓഫ് വേണം, കണ്ടെയ്ന് പ്രിപ്പോസിഷന്റെ ആവശ്യം ഇല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? Then അടുത്ത ചോദ്യം, where ignorance is bliss, it is folly to be. അതൊരു പ്രയോഗമാണ് കേട്ടോ. അതൊരു സാഹിത്യ പ്രയോഗമാണ്, പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകത്തിൽ വന്നിട്ടുള്ളതാണ്. Where ignorance is bliss, എവിടെയാണ് അജ്ഞത ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് അവിടെ it is folly to be, അവിടെ എന്താകുന്നത് വിഡ്ഢിത്തമാണ്, എന്താകുന്നതാണ്. അപ്പൊ ഇഗ്നറൻസിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇഗ്നറൻസിന്റെ നേരെ ഓപ്പോസിറ്റ് വൈസ് അല്ലെ. ഒരു അജ്ഞത അലങ്കാരമായി കണക്കാക്കുന്ന സമൂഹത്തിൽ നമ്മൾ ബുദ്ധിമാനായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മണ്ടൻ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ഇഗ്നറൻസ് ഒരു ബ്ലിസ് ആയിട്ട് കാണുന്ന, ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന ചുറ്റുപാടില് വൈസ് ആവുക എന്നുള്ളത് വിഡ്ഢിത്തമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതൊരു പ്രയോഗമാണ് കേട്ടോ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ടെൻസിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുമെന്ന് കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ ടെൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. മൈ അങ്കിൾ ഡാഷ് ടു ദുബായ് 10 years ago. ഏതാ വരുന്നത്? went to വരുമോ, has gone വരുമോ, had gone വരുമോ, was gone വരുമോ? ഏതാ വരുന്നേ? ഇവിടെ എഗോ എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടില്ലേ? എഗോ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് മതി? V2 മതി. മൈ അങ്കിൾ went to ദുബായ് 10 years ago. കേട്ടോ, എഗോ കാണുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് വെന്റ് മതി, V2 മതി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഹി റോഡ് ഹിസ് നെയിം ഡാഷ് ദ ടോപ്പ് ഓഫ് ദ പേജ്. പേജിന്റെ ടോപ്പിൽ അവന്റെ പേര് എഴുതി. വീണ്ടും പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ പേജിൽ എഴുതിയത് എന്നല്ല പറയുന്നത്, പേജിന്റെ ടോപ്പിൽ കൃത്യമായിട്ടും ഒരു സ്പെസിഫിക് സ്പേസ് പറയുന്നുണ്ട് അല്ലെ. അവൻ പേജിൽ എഴുതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നൊക്കെ കൊടുത്താൽ മതിയാവും. പക്ഷെ അവൻ പേജിന്റെ ടോപ്പിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് പറയുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് കൊടുക്കാൻ പാടില്ല, അറ്റാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ദ ടോപ്പ് ഓഫ് എന്ന് എടുത്തു പറയുന്നുണ്ട്. പേജിന്റെ ടോപ്പിലാണ് അവൻ എഴുതിയത്, മുകൾ ഭാഗത്താണ് എഴുതിയത്. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് പറയുന്നത് കൊണ്ട് അവിടെ അറ്റ് കൊടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, there is hardly dash shop open today. There is hardly dash shop open today. അവിടെ ഏത് തരത്തിലുള്ള വേർഡ് യൂസ് ചെയ്യാം? എനി ആണോ, ഓൺ ആണോ, ഓൾ ആണോ, സംവൺ ആണോ? അപ്പൊ ഇവിടെ ഹാർഡ്ലി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഹാർഡ്ലി എന്ന് പറയുന്നത് ഒരു സെമി നെഗറ്റീവ് വേർഡ് ആണ്. അപ്പൊ നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞാൽ സം, ഓൾ അല്ല യൂസ് ചെയ്യുന്നത്, എനിയാണ്. നെഗറ്റീവ് സെന്റൻസുകളിൽ എനിയാണ് യൂസ് ചെയ്യുന്നത്. സോ there is hardly any shop open today. ഇന്ന് ഒരു ഷോപ്പും തുറന്നിട്ടില്ല കേട്ടോ. നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്തേ ചേർക്കുള്ളൂ? എനിയെ ചേർക്കുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? സോ നമ്മൾ ഗ്രാമർ ഭാഗത്ത് നിന്നുള്ള ഒരു 20ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഗ്രാമർ ഭാഗത്ത് നിന്ന് 15 ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ 15 ചോദ്യങ്ങൾ മെത്തഡോളജിയിൽ നിന്നും പെഡഗോജിയിൽ നിന്നാണ് വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഒരു 19 അല്ലെങ്കിൽ 15ലധികം ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20ഓളം ചോദ്യങ്ങൾ നമ്മൾ പെഡഗോജി ഭാഗത്തു നിന്ന് കൂടി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. കേട്ടറ്റ് 1കാർക്കും കേട്ടറ്റ് 2കാർക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് തിയറി suggests that language is learned through imitation and reinforcement by the environment. ഏത് തിയറിയിലാണ്
ഭാഷ ആർജിക്കുന്നത് അനുകരണത്തിലൂടെയും പ്രബലനത്തിലൂടെയുമാണ് എന്ന് പറയുന്നത്. അപ്പൊ ലാംഗ്വേജ് പഠിക്കുന്നത് ഇമിറ്റേഷൻ, റീഇൻഫോഴ്സ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇമിറ്റേഷനും റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ പറയുന്നത് ബിഹേവിയറിസ്റ്റ് തിയറിയിലല്ലേ? ബിഹേവിയറിസ്റ്റ് തിയറിയിലല്ലേ? അതെ, ബിഹേവിയറിസ്റ്റ് തിയറിയിലാണ്. ദെൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന ആ ഒരു വേർഡ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാണെന്ന് പറയാമോ? ആരാണെന്ന് പറയാമോ? പാവ്ലോവ് അല്ല, പാവ്ലോവ് അല്ല. ആരാണ്? സ്കിന്നർ ആണ്. സ്കിന്നർ. ഓക്കെ അല്ലേ? അപ്പൊ അനുകരണത്തിലൂടെയും പ്രബലനത്തിലൂടെയുമാണ് കുട്ടികൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞത്, ഭാഷ പഠിക്കുന്നത് എന്ന് പറഞ്ഞത് സ്കിന്നർ ആണ്. സ്കിന്നർ ലാംഗ്വേജിനെ കുറിച്ച് ഒരു വിശേഷണം കൂടി പറഞ്ഞിട്ടുണ്ട്. അറിയുമോ? സ്കിന്നർ ലാംഗ്വേജിന് പറഞ്ഞിട്ടുള്ള വിശേഷണം എന്താണെന്ന് ചോദിച്ചാൽ വെർബൽ ബിഹേവിയർ. ലാംഗ്വേജിനെ കുറിച്ച് വെർബൽ ബിഹേവിയർ എന്ന് പറഞ്ഞത് ആരാണ്? സ്കിന്നർ ആണ്. ആ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? According to Krashen's input hypothesis, a language acquisition occurs when learners are exposed to. സ്റ്റീഫൻ ക്രഷന്റെ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഈ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് പ്രകാരം ലാംഗ്വേജ് അക്വയർ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്നാണ് പറയുന്നത്. ഒന്ന് ഓപ്ഷൻസ് വായിക്കൂ. ഞാൻ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാത്തത് ചിലപ്പോൾ ക്ലാസ് കേട്ട് പഠിക്കുന്നവരുണ്ടാകും, അവരുടെ മനസ്സിലേക്ക് അത് പതിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാത്തത്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് വായിച്ചു തിരുത്തും. കണ്ടോ? യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? കോംപ്രഹെൻസിബിൾ ഇൻപുട്ട് സ്ലൈറ്റ്ലി അബവ് ദിയർ കറന്റ് ലെവൽ, അഥവാ I+1. നമുക്ക് നിലവിൽ അറിയുന്ന കാര്യത്തെക്കാൾ അധികം എന്തെങ്കിലും വസ്തുക്കൾ അല്ലെങ്കിൽ വസ്തുതകൾ കൂടി കോൺഫ്രണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം അക്വയർ ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഒരു കാര്യം നമ്മൾ അക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയുന്നതിനേക്കാൾ അധികം എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടണം, അല്ലെ? എങ്കിലേ നമ്മൾ പഠിക്കുള്ളൂ. ഇപ്പൊ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ എന്തെങ്കിലും അധികം കിട്ടിയാലേ നിങ്ങൾ പഠിക്കുള്ളൂ. അതേപോലെ ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്നതിനേക്കാൾ അധികം എന്തെങ്കിലും അവിടെ ഉണ്ടാകണം, എന്നാലേ നമ്മൾ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് ആണ് സ്റ്റീഫൻ ക്രഷന്റെ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. ഓക്കെ അല്ലേ? സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ തിയറി മുന്നോട്ട് വെച്ച ആള് സ്റ്റീഫൻ ക്രഷൻ ആണ് എന്നത് കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നാം ചോംസ്കിസ് തിയറി ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ എംഫസൈസ്. നമ്മുടെ നാം ചോംസ്കി നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലിംഗ്വിസ്റ്റിക്സ് ആണ് നാം ചോംസ്കിയുടെ പ്രത്യേകത, അദ്ദേഹം പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ വളരെ എളുപ്പമാണ്, അല്ലെ? വളരെ എളുപ്പമാണ്. യെസ്, ജന്മനാ കുട്ടിക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെ? ഇന്നൈറ്റ് ആൻഡ് ഇൻബോൺ ലാംഗ്വേജ് ലേണിംഗ് കാപ്പബിലിറ്റീസ്. കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ള കഴിവ് ജന്മനാ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരു സങ്കല്പം പറയുന്നുണ്ട്, അല്ലെ? എല്ലാ മനുഷ്യന്റെ മസ്തിഷ്കത്തിലും ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ജന്മന ഉണ്ട്. അതിന് അദ്ദേഹം പറയുന്ന പേര് ലാഡ് എന്നാണ്. ലാഡ്. നമുക്ക് നമ്മുടെ തലയുടെ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ ഒന്നും എടുത്താൽ അത് കാണാൻ കഴിയില്ല, അതൊരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ എല്ലാം ബ്രെയിനിൽ ലാഡ് ഉണ്ട്, അഥവാ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട്. ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങളെല്ലാം പഠിക്കുന്നു എന്ന് പറയുന്നത് നാം ചോംസ്കി ആണ്. ഇനി നാം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഗതിയാണ് TG ഗ്രാമർ. കേട്ടോ, TG ഗ്രാമർ നാം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പഠിച്ചു വെക്കുക. TG ഗ്രാമർ, അതേപോലെ യൂണിവേഴ്സൽ ഗ്രാമർ, ഈ പദങ്ങളെല്ലാം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഒന്ന് ഓർത്തിരിക്കുക. കേട്ടോ, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിരുന്നത്, അല്ലെ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്റ്റീഫൻ ക്രഷന്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ക്രഷൻ? ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്വിസിഷനും ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എല്ലാം അറിയുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെക്കുക. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സബ് കോൺഷ്യസ് പ്രോസസ് ആണ്. അത് നമ്മൾ ബോധപൂർവം ചെയ്യണമെന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നടക്കുന്ന, നാച്ചുറലി നടക്കുന്ന ഒരു സബ് കോൺഷ്യസ് പ്രോസസ് ആണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് പ്രോസസ് ആണ്, നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടി വരും. സോ ലാംഗ്വേജ്
acquisition is subconscious and natural process and language learning is conscious and deliberate process. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ നന്നായിട്ട് നമ്മൾ ഓർത്തിരിക്കും. കാരണം നമ്മൾ എഫേർട്ട്ലെസ് ആയിട്ട് പഠിച്ചത് കൊണ്ട് കൂടുതൽ നന്നായിട്ട് ഓർത്തിരിക്കും. എന്നാൽ ലാംഗ്വേജ് ലേണിംഗ് ആകുമ്പോൾ അത്ര എഫക്റ്റീവ് ആയിട്ട് ഓർക്കണമെന്നില്ല. ഫ്ലുവൻസിക്ക് ഏറ്റവും നല്ലത് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതാണ്. നമ്മൾ ഒരു ക്ലാസ്സിൽ പോയിരുന്ന് ഗ്രാമർ റൂൾസും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ആക്യുറസി ഉണ്ടാകും അല്ലെ, ആക്യുറസി തെറ്റ് വരുത്താതെ നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഫ്ലുവൻസി കുറവായിരിക്കും. അപ്പൊ ഫ്ലുവൻസി കിട്ടണമെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ആണ് വേണ്ടത് എന്ന് സ്റ്റീഫൻ ക്രഷൻ വാദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ദ കോർ ഐഡിയ ബിഹൈൻഡ് ദ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് അഥവാ CLT, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, CLT അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആശയവിനിമയത്തിലൂടെ പഠിക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്ന് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ നോക്കുക. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ് അല്ലെ. emphasizing communication of meaning in a variety of contexts to facilitate natural language acquisition. സ്വാഭാവികമായ ഭാഷ ആർജന രീതി കൈവരിക്കുന്നതിന് വേണ്ടി ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന സാഹചര്യത്തിൽ ഒരാളെ കൊണ്ടുചെന്ന് എത്തിക്കുക. അപ്പൊ ആശയവിനിമയത്തിലൂടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആശയവിനിമയത്തിലൂടെയാണ് ലാംഗ്വേജ് പഠിപ്പിക്കേണ്ടത് എന്നതിനെ ഊന്നൽ നൽകുന്ന ഒരു അപ്രോച്ചാണ് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, which principle suggests that learners need to be exposed to language that is understandable even if not fully understood at first? ഒരു വ്യക്തിയെ അവന് മനസ്സിലാകുന്ന ഭാഷയെയാണ് അവന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യേണ്ടത്. ഒരു പക്ഷെ ആദ്യം പറയുമ്പോൾ അവന് അത് പൂർണ്ണമായിട്ടും മനസ്സിലാകില്ല എങ്കിലും ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ കഴിയുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ആണ് ഒരു കുട്ടിയുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ 5ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സുകാരന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം അവന്റെ മുന്നിൽ വെച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രിൻസിപ്പിളിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻസിബിൾ ഇൻപുട്ട് അല്ലെ, കോംപ്രഹെൻസിബിൾ ഇൻപുട്ട്. ചിലതൊക്കെ നമ്മൾ ഒന്ന് സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ കിട്ടും. പെഡഗോജിയിലെ ഒരു സുഖം അതാണ്. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആയതുകൊണ്ട്, നമ്മളെല്ലാവരും പഠിപ്പിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ അണ്ടർസ്റ്റാൻഡബിൾ, കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ലാംഗ്വേജ് എക്സ്പോസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാന്ന് ചോദിച്ചാൽ അവന് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയാൻ ഒരാളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഡാറ്റയാണ് നമ്മൾ ഇൻപുട്ട്. നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്ത് വരുന്ന ഡാറ്റയെ നമ്മൾ ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത് അല്ലെ, ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം. ഇപ്പൊ 5ാം ക്ലാസ്സുകാരന് +2 കാരൻ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവന് മനസ്സിലാവില്ല, അതിൽ കാര്യമില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് മനസ്സിലാകാൻ പറ്റുന്ന തരത്തിലുള്ള ഡാറ്റാസ് ആണ്, ലാംഗ്വേജ് ആണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻസിബിൾ ഇൻപുട്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഈസ് എ കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്? ഇപ്പൊ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ ആക്റ്റീവോട് കൂടി പഠിക്കുന്ന മെത്തേഡ്. ആരാണ് ആക്റ്റീവ് ആകേണ്ടത്? ടീച്ചറാണോ സ്റ്റുഡന്റ് ആണോ? നമ്മൾ ഇന്ന് സ്ട്രെസ് ചെയ്യുന്നത് സ്റ്റുഡന്റ് സെന്റേർഡ് രീതികളാണ്. അപ്പോൾ കുട്ടികൾ ആക്റ്റീവ് ആവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസിൽ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്ന ഓപ്ഷൻ എത്രയുണ്ട്? ആകെ ഒരെണ്ണേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അല്ലെ. It significantly involves and engages the learners directly in the learning process. പഠിതാക്കളെ നേരിട്ട് തന്നെ പഠന പ്രവർത്തനങ്ങളുമായി ഇടപെടാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അതിലേക്ക് പോകരുത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, which of the following is a common challenge for language learners especially in English? ഭാഷാ പഠിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട ചാലഞ്ച് എന്താണ്? ഏതാണ്? ഓപ്ഷൻസ് 4 ഒന്ന് വായിച്ചു നോക്കിയേ. ഏതാണ്? ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിന്റെ പ്രത്യേകത അതിന്റെ ഉച്ചാരണം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ.
ഒരേ തരത്തിലുള്ള ലെറ്റേഴ്സിന് തന്നെ പല സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിന്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാകും. മലയാളത്തിന് അത്ര ഭീകരമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിൽ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അൺപ്രഡിക്റ്റബിൾ സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ പാറ്റേൺസ്, അല്ലെ, നമുക്കൊരിക്കലും ഇംഗ്ലീഷിന്റെ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെ. എക്സാമ്പിൾ പെയർ, വിയേഴ്സ്, പിയർ. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ഇൻ എ മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂം വാട്ട് ഈസ് എ പ്രൈമറി ഡിമാൻഡ് ഓൺ ദ ടീച്ചർ? ഇന്ന് നമ്മുടെ ക്ലാസ് മുറികളെല്ലാം മൾട്ടിലിംഗ്വൽ ക്ലാസ് മുറിയാണ് കേട്ടോ. നമ്മുടെ NCF-ഉം KCF-ഉം ഒക്കെ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു സങ്കല്പത്തെ തന്നെയാണ്, അല്ലെ. ബഹുഭാഷകൾ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്ലാസ് മുറി ആയിരിക്കണം നമ്മുടെ ക്ലാസ് മുറികൾ. അപ്പൊ ഈ ഒരു ക്ലാസ് മുറിയിൽ ടീച്ചറിന്റെ ഡിമാൻഡ് എന്താണ്? ടീച്ചറിന്റെ പ്രൈമറി ഡിമാൻഡ് കേട്ടോ, പ്രൈമറി ഡിമാൻഡ് ഏതാണ്? ഇപ്പൊ മൾട്ടിലിംഗ്വൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ലാംഗ്വേജ്, അല്ലെ, ഒരുപാട് ലാംഗ്വേജിന് പരിഗണന കൊടുക്കണം എന്നാണ് അർത്ഥം. അത് വെച്ചങ്ങ് ചിന്തിച്ചാൽ മതി. എല്ലാ ഓപ്ഷൻസിലും ഏതെങ്കിലും ഒരു ലാംഗ്വേജിന് മാത്രം സ്ട്രെസ് കൊടുക്കണമെന്നാ പറയുന്നത്. ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ വ്യത്യസ്ത ലാംഗ്വേജുകളെ പരിഗണിക്കണം എന്ന് പറയുന്നുള്ളൂ. അതേത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ്. ടു അഡ്രസ് ദ ഡൈവേഴ്സ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ലേണിംഗ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികൾ വരുന്നത് വ്യത്യസ്ത ഭാഷാ പശ്ചാത്തലമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭാഷയോടുള്ള താല്പര്യം വ്യത്യസ്തമായിരിക്കാം. അപ്പൊ അതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. കുട്ടികളുടെ ആവശ്യമനുസരിച്ച് ഭാഷയ്ക്ക് മുൻതൂക്കം നൽകണം. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ കോമൺ ഇഷ്യൂ ഫോർ ലാംഗ്വേജ് ടീച്ചേഴ്സ് സിമിലർ ടു അതർ സബ്ജക്ട്സ് ബട്ട് ഓഫൻ വിത്ത് എ യുണീക് ആസ്പെക്ട്? ഒരു ലാംഗ്വേജ് ടീച്ചർ മറ്റേതൊരു ടീച്ചേഴ്സിനെ പോലെയും ലാംഗ്വേജ് ടീച്ചേഴ്സിന് ഒരു കോമൺ ഇഷ്യൂ ഉണ്ട്, പക്ഷെ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി യുണീക്ക് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ഏതാണ്? അല്ലെ, എല്ലാ ഭാഷകളും അല്ല, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്ന ആളുകൾക്ക് ചാലഞ്ചസ് നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ലാംഗ്വേജ് ടീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് അവർ പ്രത്യേകിച്ച് നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അതെന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? മറ്റു ഏതൊരു സബ്ജക്റ്റ് ആണ് എങ്കിലും അവിടെ എന്തുണ്ടാകും? അവിടെ ഒരുപാട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, അല്ലെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ഗോൾ ഓഫ് യൂസിങ് ടീച്ചിങ് എയ്ഡ്സ്? ടീച്ചിങ് എയ്ഡുകൾ യൂസ് ചെയ്യുന്നതിന്റെ പ്രൈമറി ഗോളിൽ ഉൾപ്പെടാത്തത്, പ്രൈമറി ഗോൾ എന്നാണ്, പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ടീച്ചിങ് എയ്ഡുകൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയും കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് കൂട്ടുന്നതിന് വേണ്ടിയൊക്കെയാണ്, അല്ലെ. അതൊരിക്കലും കുട്ടികളുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയാൻ പാടില്ല. അപ്പൊ നമുക്ക് പാടില്ലാത്തത് ഏതാണെന്നാ ചോദ്യം. നമുക്ക് അപ്പോൾ 4 ഓപ്ഷൻസും വായിച്ചു നോക്കാം, അല്ലെ. നമുക്ക് നോട്ടല്ല കിട്ടേണ്ടത്. ടു എൻഹാൻസ് സ്റ്റുഡന്റ് അറ്റൻഷൻ ആൻഡ് റിട്ടൻഷൻ, അത് ശരിയല്ലേ? ഒരു കുട്ടിയുടെ ശ്രദ്ധ, അവന്റെ ഓർമ്മ നിലനിർത്തൽ എന്നിവയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടെക്സ്റ്റ് നോക്കി വായിക്കുന്ന സമയത്ത് അത് കേട്ടിരിക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധ ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അധിക നേരം അവന്റെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. എന്നാൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കും എന്ന് മാത്രമല്ല, കാണുന്ന കാര്യങ്ങൾ കുറച്ചധികം സമയം അവന്റെ മനസ്സിൽ നീണ്ടു നിൽക്കുന്നു. ദെൻ ടു മേക്ക് ടീച്ചിങ് മോർ എഫക്റ്റീവ് ആൻഡ് എൻഗേജിങ്ങും ശരിയല്ലേ? അതെ, നമ്മളുടെ ടീച്ചിങ് മെത്തഡുകൾ കുറച്ചുകൂടി എഫക്റ്റീവും എൻഗേജിങ്ങും ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടീച്ചിങ് എയ്ഡുകൾ യൂസ് ചെയ്യുന്നത്. ദെൻ ടു പ്രൊവൈഡ് എ കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തെല്ലാം കോംപ്ലക്സും ഡിഫിക്കൽട്ടും അല്ല, സിമ്പിൾ ആൻഡ് ഈസി എക്സ്പീരിയൻസ് ആണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഓപ്ഷൻ ഡി, ടു പ്രസന്റ് ഇൻഫർമേഷൻ ക്ലിയർലി ആൻഡ് ഈസിലി. ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായും വളരെ എളുപ്പത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. സോ എയും ബിയും ഡിയും ലേണിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സി മാത്രമാണ് അതിൽ ഉൾപ്പെടാത്തത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഇൻ ആൻ ഇ ലേണിംഗ് കോണ്ടെക്സ്റ്റ്? ഇപ്പോൾ നമുക്ക് നമ്മുടെ പഠന രീതികളെല്ലാം കുറച്ചുകൂടി
ടെക്നോളജിക്കൽ ഓറിയന്റഡ് ആയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, പലതരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഉണ്ട്, അത് എങ്ങനെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആകുമ്പോൾ ഒരു നല്ലൊരു ആശയവിനിമയം നടക്കും അല്ലെ, നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആശയവിനിമയം നടക്കും. അപ്പൊ നമുക്ക് ഒരു ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയം നന്നായിട്ട് നടക്കും. ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയും കുട്ടികൾ പലതരത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട്, വേണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനൊക്കെ കഴിയും. ഇനി അതുമല്ല, പല സ്കൂളുകളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ തന്നെ പല ക്ലാസ്സുകളിലുള്ള കുട്ടികൾ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാനൊക്കെ അതിലൂടെ സാധിക്കുന്നു. അപ്പൊ കൊളാബറേഷനും കണ്ടന്റ് ഷെയറിംഗ് ഒക്കെ സാധിക്കുന്നു. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദേ സപ്പോർട്ട് 2 വേ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ ആൻഡ് കോണ്ടന്റ് ഷെയറിംഗ്. 2 വേ കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും കണ്ടന്റ് ഷെയറിംഗും അതിലൂടെ സാധ്യമാകുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. Then അടുത്ത ചോദ്യം അസസ്മെന്റിൽ നിന്നുള്ള ചോദ്യമാണ്. വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഇൻവോൾവ് സ്റ്റുഡൻസ് റിഫ്ലക്ടിങ് ഓൺ ദെയർ ഓൺ വർക്ക് ആൻഡ് പെർഫോമൻസ്? കുട്ടികൾ അവരുടെ തന്നെ വർക്ക്സ് പെർഫോമൻസ് അസസ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? കുട്ടികൾ അവരുടെ തന്നെ അല്ലെ, കുട്ടികൾ സ്വയം അവരുടെ വർക്ക്സ് അസസ് ചെയ്യുന്നതിന് നമ്മൾ സെൽഫ് അസസ്മെന്റ് എന്നാണ് പറയുന്നത്. ഓരോ കുട്ടിയും സ്വന്തമായിട്ട് അസസ് ചെയ്യുന്നതിന് സെൽഫ് അസസ്മെന്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. എന്നാൽ when students provide feedback on the work of their classmates, this is known as, ഒരു കുട്ടി അവന്റെ സഹപാഠിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്നു, അവൻ സ്വയമല്ല അവന്റെ സഹപാഠിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്നു എങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് പിയർ അസസ്മെന്റ് എന്നാണ് കേട്ടോ, പിയർ അസസ്മെന്റ്. അപ്പൊ ഒരു കുട്ടി സ്വയം അവന്റെ കഴിവുകൾ വിലയിരുത്തുന്നത് സെൽഫ് അസസ്മെന്റും, ഒരു കുട്ടി മറ്റൊരു ക്ലാസ്മേറ്റിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നത് പിയർ അസസ്മെന്റുമാണ്. ഇനി ഒരു കുട്ടിയുടെ പെർഫോമൻസ് ടീച്ചർ വിലയിരുത്തുമ്പോൾ എന്തായി? ടീച്ചർ അസസ്മെന്റ് ആയി അല്ലെ. ഇനി ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്താണ്? ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പഠനത്തിലെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അസസ്മെന്റ് ആണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് കേട്ടോ. പഠനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് റെമഡിയൽ ടീച്ചിങ് നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. അപ്പൊ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് റെമഡിയൽ ടീച്ചിങ് ഉണ്ടാകും. പഠനത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ റെമഡിയൽ ടീച്ചിങ് ഉണ്ടാകും. ഇനി ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് കുട്ടികളുടെ പഠന രീതിയിൽ വ്യത്യാസം വരാൻ മാത്രമല്ല, അധ്യാപകന്റെ അധ്യാപന രീതിയിലും വ്യത്യാസം കൊണ്ടുവരാൻ സഹായിക്കും അല്ലെ. കുട്ടികളുടെ കുഴപ്പം കൊണ്ട് മാത്രമായിരിക്കില്ല ചില വിഷയങ്ങൾ മനസ്സിലാകാത്തത്, ചിലപ്പോൾ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അത്തരം പ്രസ്താവന വന്നാൽ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് അവരുടെ പഠന രീതികൾ മെച്ചപ്പെടുത്താനും അധ്യാപകന് അദ്ദേഹത്തിന്റെ അധ്യാപന രീതി മെച്ചപ്പെടുത്താനും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് സാധിക്കുന്നു. ഇനി കുട്ടികളുടെ പഠന നേട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് എത്രമാത്രം പഠിച്ചു എന്ന് മനസ്സിലാക്കി ഒരു സ്കോർ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ടെസ്റ്റ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് കേട്ടോ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് എ കീ സ്ട്രാറ്റജി ഫോർ ടീച്ചിങ് CWSN that involves tailoring instruction to individual student needs? CWSN അഥവാ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്നാണ് CWSN ന്റെ അർത്ഥം. ചിലപ്പോൾ പൂർണ്ണ രൂപം ചോദിക്കാം. സി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ആണ് കേട്ടോ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ. ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ പരിഗണിക്കണം അല്ലെ. ഓരോ ആളുകളുടെയും വ്യക്തിത്വം വ്യത്യാസമാണ്. കുട്ടികൾക്കിടയിൽ സിമിലാരിറ്റീസ് എന്നതിനേക്കാൾ കൂടുതലുള്ളത് വ്യത്യാസങ്ങളാണ് അല്ലെ. കുട്ടികളിൽ സിമിലാരിറ്റി അല്ല, വ്യത്യാസങ്ങളാണ് കൂടുതലുള്ളത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ CWSN ആയിട്ടുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ നാം ഏത് രീതിയാണ്, ഏത് സ്ട്രാറ്റജിയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ ഉള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം? വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവരണം അല്ലെ, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ്. കാരണം കുട്ടികൾ വ്യത്യാസമാണ്,
കുട്ടികൾക്കിടയിലുള്ള കഴിവ് വ്യത്യസ്തമാണ്. സോ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. ഒരേ രീതിയിൽ മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരേ നിലവാരത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മൾ വ്യത്യസ്ത രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കണം. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, എൻഗേജിങ് മൾട്ടിപ്പിൾ സെൻസസ് അഥവാ സൈറ്റ്, സൗണ്ട്, ടച്ച്, മൂവ്മെന്റ് simultaneously to enhance learning is known as. ഒരു കുട്ടിയുടെ കഴിവ് ഓരോ കുട്ടിയുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും അല്ലെ? പല ടൈപ്പ് ഓഫ് ലേണേഴ്സ് ആണുള്ളത്. കണ്ടു പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും, വിഷ്വൽ ലേണേഴ്സ് ഉണ്ടാകും, ഓഡിറ്ററി ലേണേഴ്സ് കേട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും, ടാക്ടൈൽ അല്ലെങ്കിൽ കൈനസ്റ്റിക് ലേണേഴ്സ് ചെയ്തും അനുഭവിച്ചും സ്പർശിച്ചും പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല സെൻസേഷണൽ സ്കിൽസിന് എംഫസൈസ് നൽകിക്കൊണ്ടുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് മൾട്ടി സെൻസറി ലേണിംഗ് എന്നാണ് കേട്ടോ. പല സെൻസസ് എന്ന് പറയുമ്പോൾ മനുഷ്യനിൽ 5 സെൻസസ് ആണുള്ളത് അല്ലെ, പഞ്ചേന്ദ്രിയങ്ങളല്ലേ ഉള്ളത്. അപ്പൊ ആ പഞ്ചേന്ദ്രിയങ്ങളെയും പരിഗണിക്കുന്ന തരത്തിലുള്ള ലേണിംഗ് ആണ് മൾട്ടി സെൻസറി ലേണിംഗ്. അപ്പൊ ഒരു മൾട്ടി സെൻസറി ലേണിംഗ് അപ്രോച്ച് ആണ് നാം സ്വീകരിക്കേണ്ടത് എന്നതുകൂടി മനസ്സിലാക്കുക. എന്നാലേ കുട്ടികളുടെ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടുള്ള പഠനം സാധ്യമാവുകയുള്ളൂ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ടു ഫോസ്റ്റർ എ പോസിറ്റീവ് ലേണിംഗ് എൻവിറോൺമെന്റ് ഫോർ CWSN എ ടീച്ചർ ഷുഡ് പ്രൈമറിലി. അപ്പോൾ കുട്ടികളിലെ വ്യത്യാസം പരിഗണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൂടുതൽ കെയർ ആവശ്യമുള്ള കുട്ടികളുടെ അവരുടെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഒരു ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? ക്ലാസ് മുറി കൂടുതൽ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തുകയാണോ വേണ്ടത്? സെറ്റ് ക്ലാസ് റൂം എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് അല്ലെ? നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാകണം. കുട്ടികൾക്ക് അവരുടെ വ്യത്യാസം അനുസരിച്ചുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാകണം. കുട്ടികൾക്ക് എന്തും കൊടുക്കണം? സപ്പോർട്ടും കൊടുക്കണം കേട്ടോ. സെറ്റ് ക്ലിയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് സപ്പോർട്ട്. അപ്പൊ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളിലും ഒരേ എക്സ്പെക്ടേഷൻ അല്ല. അവരുടെ കഴിവ് അനുസരിച്ച് അവർക്ക് ഇന്നതൊക്കെയാണ് നേടിയെടുക്കാൻ കഴിയുന്നത് എന്നൊരു ധാരണ ടീച്ചറിന് ഉണ്ടാകണം കേട്ടോ. എന്നിട്ട് അവർക്ക് സപ്പോർട്ടും കൊടുക്കണം. ഓപ്ഷൻ സി അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? റെഡ്യൂസ് ദ കരിക്കുലം ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് നമ്മൾ കരിക്കുലം കുറച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. IQ കുറവായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും? കരിക്കുലം കുറച്ചു കൊടുക്കും. കാരണം അവർക്ക് അത് താങ്ങാൻ കഴിയില്ല. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ IQന്റെ പ്രശ്നമല്ല, അവന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് കൊടുത്താൽ മതി. കരിക്കുലം കുറയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റു കുട്ടികളെക്കാൾ കുറച്ചുകൂടി സപ്പോർട്ട് അവന് കൊടുക്കുക, സപ്പോർട്ടും കെയറും കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് കേട്ടോ. സോ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, എ ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ ക്ലാസ് റൂം പ്രൈമർലി ഇംപാക്ട്സ് വിച്ച് ഡൊമൈൻ ഓഫ് ലേണിംഗ്. ഒരു ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഉണ്ട് അല്ലെ? അഭിരുചിയും ഉണ്ട്, ടീച്ചറിന്റെ നിലപാട്, ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് പ്രൈമറിലി ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളുടെ ഏത് ഡൊമൈനെയാണ് അഫക്ട് ചെയ്യുന്നത്? കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ടീച്ചറിന്റെ നോളജ് അല്ല, ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് കുട്ടിയെ വൈകാരികമായിട്ടാണ് സ്വാധീനിക്കുന്നത് അല്ലെ? അഫക്റ്റീവ് ഡൊമൈൻ. ടീച്ചറിന് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ കുട്ടികളിൽ പോസിറ്റീവ് ഇമോഷൻസും പോസിറ്റീവ് ഫീലിങ്സും ഉണ്ടാകും. എന്നാൽ ടീച്ചർ കുട്ടികൾക്കിടയിൽ പാർഷ്യാലിറ്റി കാണിച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ കുട്ടികളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് പ്രധാനമായിട്ടും കുട്ടികളുടെ അഫക്റ്റീവ് ഡൊമൈൻ അഥവാ ഇമോഷണൽ ഡൊമൈനെയാണ് ബാധിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ആറ്റിറ്റ്യൂഡാണ്, സ്കോളസ്റ്റിക് സ്കില്ലോ അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡോ അല്ല നമ്മൾ പറഞ്ഞത്, ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് കൺസിഡേർഡ് എ കോർ കോമ്പണന്റ് ഓഫ് എ ടീച്ചേഴ്സ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചറിന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ അഭിരുചി എന്ന അർത്ഥത്തിനാണ്. അഭിരുചി. ടീച്ചറിന്റെ ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോമ്പണന്റ് എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? ഒരു കാര്യം ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ? ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു അഭിരുചിക്കാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചിങ് ആവുമ്പോൾ എന്തായിരിക്കണം ടീച്ചറിന്റെ ആപ്റ്റിറ്റ്യൂഡ്? എ നാച്ചുറൽ ഓർ അക്വേർഡ് ഇൻക്ലിനേഷൻ ആൻഡ് സ്കിൽ ഫോർ ടീച്ചിങ്. ടീച്ചറിന് പഠിപ്പിക്കാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ
ടീച്ചേഴ്സ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്പോർട്സ്മാന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്പോർട്സ് ഈവന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതാണ് അദ്ദേഹത്തിന്റെ ആപ്റ്റിറ്റ്യൂഡ്. ഒരു ടീച്ചറിന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് പഠിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ മനസ്സിലാക്കാനും അവരെ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവാണ് ടീച്ചേഴ്സ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ടു എഫക്റ്റീവ്ലി ടീച്ച് എ വിഷ്വലി ചാലഞ്ച്ഡ് സ്റ്റുഡന്റ് എ ടീച്ചർ ഷുഡ്. ഒരു കുട്ടിക്ക് വിഷ്വലി ചാലഞ്ച്ഡ് ആണ്, അഥവാ കാഴ്ചയിൽ കുറച്ച് പ്രശ്നമുണ്ട്. അത്തരം കുട്ടികളെ എങ്ങനെയാണ് ഒരു ടീച്ചർ പരിഗണിക്കേണ്ടത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഉപയോഗിച്ചാണ് പരിഗണിക്കേണ്ടത്? സോ വായിച്ചു നോക്കൂ, ഞാൻ എല്ലാം വായിക്കുന്നില്ല. അറേഞ്ച് എ സീറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് റോ ആൻഡ് ടീച്ച് അറ്റ് എ കൺവീനിയന്റ് പേസ്. അല്ലെ, ടീച്ചർ ആ കുട്ടിയെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുത്തുക, ദെൻ അവന്റെ പരിമിതി അനുസരിച്ചുള്ള ഒരു സ്പേസ് നൽകുക. ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്തെല്ലാം അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് സ്ലോ പേസ് വേണോ ഫാസ്റ്റ് ആയിട്ട് പഠിപ്പിക്കണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ് മുറിയിൽ അത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ട് എങ്കിൽ അവരെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുക. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. അല്ല, ഇതൊക്കെ നമ്മൾ ഒരുപാട് തിയറീസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരുന്നാൽ മതി അല്ലേ? ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. Then അടുത്ത ചോദ്യം, which attitude should a teacher display when helping adolescents with their problems? അപ്പൊ ഇതൊരു ഹൈസ്കൂൾ ടീച്ചേഴ്സിന് വരുന്ന ഒരു ചാലഞ്ച് ആണെങ്കിൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം അല്ലെ. LP ആണെങ്കിലും UP ആണെങ്കിലും ടീച്ചേഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ ലെവലിലുള്ള കുട്ടികളെയും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അഡോളസൻസ് പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അവരെ ഒരു ടീച്ചർ അവരോട് ഏത് മനോഭാവമാണ്, ഏത് ആറ്റിറ്റ്യൂഡാണ് കാണിക്കേണ്ടത്? സോ അഡോളസൻസിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, എറിക്സന്റെ ഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അവർ ഐഡന്റിറ്റി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. സോ അവരോട് സിംപതി അല്ലെ, സിംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ആക്യുറേറ്റ് അതാണ്, സിംപതി അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ അല്ലേ? സോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടറ്റ് ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇംഗ്ലീഷ് പെഡഗോജി, ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബുലറി ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ഥിരം ചോദിക്കുന്ന പാറ്റേണിലുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ വിജയം ഉറപ്പായിട്ടും തേടിയെത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പഠിക്കുക അല്ലെ. ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. ക്വാളിഫയിങ് എക്സാം ആകുന്ന സമയത്ത് നെഗറ്റീവ് മാർക്കൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു സ്ട്രെസ് മാറ്റി നിർത്തിക്കൊണ്ട്, ആ ഒരു മാനസിക ഭാരം മാറ്റി നിർത്തിക്കൊണ്ട് പരമാവധി നന്നായി ചിന്തിച്ച് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ കഴിയും. അപ്പൊ എത്രയും പെട്ടെന്ന് കേട്ടറ്റ് 1ഉം 2ഉം 3 ഒക്കെ ക്ലിയർ ചെയ്യുക. കാരണം ഇനി LP UP ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഫുൾ ഫോക്കസ് LP UP യിലേക്കൊക്കെ കൊടുക്കണമെങ്കിൽ, ആളുകൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ, അപ്പോൾ ഫുൾ ഫോക്കസ് അവിടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ടെറ്റ് എക്സാംസ് ക്ലിയർ ചെയ്തിരിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കഴിവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.